റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശ യാത്ര തുടങ്ങും മുന്നേ സമസ്തയിൽ കല്ലുകടി. യാത്ര ബഹിഷ്കരിക്കാനാണ് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നീക്കം. യാത്രയുടെ പതാക കൈമാറ്റം പാണക്കാട് നിന്ന് നടത്താത്തതിലാണ് അമർഷം. സമസ്ത ജനറൽ സെക്രട്ടറി ആരിക്കുട്ടി മുസ്ലിയാറിൽ നിന്നാണ് പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ പതാക സ്വീകരിച്ചത്. ഉമർ ഫൈസി മുക്കത്തെ യാത്രയുടെ ഡയറക്ടറാക്കിയതിലും അതൃപ്തിയുണ്ട്. യാത്രയിലെ സ്ഥിരം അംഗങ്ങൾ ആയ നേതാക്കളും വിട്ടുനിൽക്കും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് കന്യാകുമാരി നാഗർകോവിലാണ് സന്ദേശയാത്രയുടെ ഉദ്ഘാടനം. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, സമസ്തയിലെ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാവുകയാണോ? ഇപ്പോൾ ലീഗ് അനുകൂലികൾ മാറി നിൽക്കുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. എന്താണ് അവർ പറയുന്നത്? അങ്ങനെ മാറി നിൽക്കുന്നതിനോട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിഭാഗം എങ്ങനെ പ്രതികരിക്കുന്നു അഷ്കർ? സ്മൃതി, സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കാൻ വേണ്ടി വലിയ തിരക്കട്ട നീക്കങ്ങളും ചർച്ചകളും ഒക്കെ നടത്തിയിരുന്നു. പല സമവായ തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ സമസ്ത 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് അതിൻ്റെ ശതാബ്ദി യാത്ര സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിക്കുകയാണ്. 19 മുതൽ 25 വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. പക്ഷേ ആ യാത്ര തുടങ്ങും മുമ്പ് തന്നെ വിഭാഗീയത അതിരൂക്ഷമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഒന്നാമത്തേത്, ഈ യാത്രയുടെ പതാക കൈമാറ്റം പാണക്കാട് വെച്ച് നടത്തണമെന്നുള്ളതായിരുന്നു ലീഗ് അനുകൂല വിഭാഗത്തിൻ്റെ ആവശ്യം. പക്ഷേ അതിന് പകരം സമസ്തയുടെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആലിക്കുട്ടി മുസ്ലിയാരുടെ പക്കൽ നിന്നാണ് ജിഫ്രി തങ്ങൾ ഈ പതാക ഏറ്റുവാങ്ങിയത്. അത് ശരിയായ നടപടിയല്ല, പാണക്കാട് കുടുംബത്തെ അവഗണിച്ചു എന്നുള്ളതാണ് ലീഗ് അനുകൂലികൾ ഉന്നയിക്കുന്ന ആരോപണം. രണ്ടാമത്തേത്, ഈ ലീഗ് അനുകൂല വിഭാഗത്തിനെതിരെ നിരന്തരം അക്രമം നടത്തുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന മുക്കം ഉമർ ഫൈസിയെ കൂടി ഇതിൻ്റെ ഡയറക്ടർ ആക്കിയത് ഏകപക്ഷീയമായ നടപടിയാണ്, അത് വിഭാഗീയ പ്രവർത്തന ഭാഗമാണ് എന്നുള്ള ഒരു ആരോപണം ഈ മറുപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ സമസ്തയുടെ വിഭാഗീയത പരിഹരിക്കാൻ വേണ്ടി ഈ സമ്മേളനങ്ങളുടെ കാര്യങ്ങൾ നടത്തിപ്പിന് വേണ്ടി ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. നിലവിലുള്ള സമിതികൾക്ക് ഏകോപനം നടത്താൻ കൂടിയായിരുന്നു ഈ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. മായനാജി ഉൾപ്പെടെയുള്ളവർ 2 ഭാഗത്തു നിന്നുള്ള അബ്ദുൽ സമദ് പൂക്കോടിനും അമിത് ഫൈസി അമൽക്കാടും അടക്കം 2 വിഭാഗത്തിലുള്ള നേതാക്കളടക്കം ഉൾപ്പെടുത്തിയായിരുന്നു ഈ കോർഡിനേഷൻ കമ്മിറ്റി. പക്ഷേ ഈ സമ്മേളനത്തിലെ പ്രവർത്തനങ്ങൾക്കൊന്നും വേണ്ടി ഇതുവരെ ആ കോർഡിനേഷൻ കമ്മിറ്റി ഒരു തവണ പോലും വിളിച്ചു ചേർത്തിട്ടില്ല. മാത്രമല്ല, ഈ സമ്മേളനം ഒക്കെ തന്നെ ഒരു വിഭാഗം ഏകപക്ഷീയമായി നടത്തുന്നു, ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഏകപക്ഷീയമായി നടത്തുന്നു എന്നുള്ളതാണ് ലീഗ് അനുകൂല പക്ഷം ഉയർത്തിയ വിമർശനം. ഈ രീതിയിലാണ് ഇപ്പോൾ വീണ്ടും വിഭാഗീയത രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിലൊരു പരസ്യ പ്രതികരണത്തിനൊന്നും തന്നെ ഇതുവരെ സമസ്തയുടെ ഈ മറുപക്ഷം തയ്യാറായിട്ടില്ല. അവർ ഈ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നു. ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള പരിപാടി ഇന്ന് 4 മണിക്ക് നാഗർകോവിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും. പക്ഷേ അതിൽ സമസ്തയിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് SKSFിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അമിത് അലി ശിഹാബങ്ങൾ, ഇന്ന് യോഗത്തിന് അധ്യക്ഷനാകേണ്ട പാണക്കാട് അബ്ബാസ് അലി ശിഹാബങ്ങൾ അടക്കമുള്ളവർ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.